കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഷ്ടാനുഭവ ആഴ്ചയിലെ തിങ്കളാഴ്ചയുടെ ധ്യാനമാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് അതിൽ പകുതി വാക്യങ്ങൾ ധ്യാനിച്ചു. നമ്മൾ ബാക്കി വായിക്കാൻ പോവാണ്. വന്ദനകൾ ശുദ്ധ മാവിന്നും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുള്ളൂരിശിലേ വാതിൽ കൊള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാറക്കുമോ. രണ്ട് രാജാക്കന്മാർ 17-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രയീം രാജാവായ ഫറവോന്റെ കൈക്കീഴിൽ നിന്ന് വിടുവിച്ച് മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ സകല പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിന് ഒത്തുവണ്ണമൊക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പീനെന്ന് സാക്ഷീകരിച്ചു. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യം കാണിച്ചു. അവന്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവർ ചെയ്ത നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്നു വ്യർത്ഥന്മാരായി തീർന്നു. അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. നമ്മൾ ഇന്നലെ വൈകിട്ട് ചിന്തിച്ചതിന്റെ ബാക്കിയാണ്. ഇവിടെയും നമ്മൾ കാണുന്ന ഇസ്രായേൽ മക്കളുടെ വിഗ്രഹാരാധനയെ കുറിച്ചുള്ള കംപ്ലൈന്റുകളാണ്, പരാതികളാണ്. അവർ വ്യർത്ഥമായി ഭജിച്ചു. നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത് ഈ ട്രൂ ഐഡന്റിറ്റി ഡിസ്കവർ ചെയ്യുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടു. മിസ്റ്റേക്കൺ ഐഡന്റിറ്റി
മനുഷ്യന്റെ യഥാർത്ഥ സ്വത്വത്തെ തിരിച്ചറിയുവാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പാപം. അപ്പം ട്രൂ ഐഡന്റിറ്റിയിലേക്ക് പോകുവാനാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം തെറ്റായ ഐഡന്റിറ്റിയിലേക്ക് മനുഷ്യൻ മറ്റാളുകളെയാണ് നോക്കുക. നമ്മളിപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾ ചെയ്ത അതാണ്, ചുറ്റുമുള്ള ജാതികൾ. ഇപ്പം നമ്മളാണെങ്കിലും ഫാഷൻ, അപ്പുറത്തൊരു ടീം മേടിക്കും, നമ്മൾ അത്രയും ടീം മേടിക്കാൻ നോക്കും. വേറൊരാളൊരു ഷർട്ട് ഇടുമ്പോൾ അത്രയും ഷർട്ട് ഇടാൻ നോക്കും. എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജാതികളുടെ വഴി കണ്ടുപഠിക്കരുത് എന്ന് ദൈവം പറഞ്ഞാൽ ജാതികളുടെ വഴി കണ്ടുപഠിക്കും. അപ്പം ആ ഹ്യൂമൻ നേച്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് വിഗ്രഹാരാധന എന്ന് പറയുന്നത് എന്താണെന്ന് പൗലോസ് ശ്ലീഹ നമുക്ക് വെളിപ്പെടുത്തുന്ന അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവുമാണ് വിഗ്രഹാരാധന. മനുഷ്യന്റെ സ്വാർത്ഥത, അഹങ്കാരം, മൂഢത, ഇതാണ് വിഗ്രഹാരാധനയായിട്ട് വരുന്നത്. ഇപ്പം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിച്ച ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം ടെമ്പിൾ ഓഫ് ഗോഡ് നമ്മളാണെങ്കിൽ വിഗ്രഹം എവിടെയാണ്? വിഗ്രഹം ഹൃദയത്തിലാണ്. ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും പറയും, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, നിങ്ങൾ എനിക്ക് സൃഷ്ടിക്കുന്ന ആലയം എவ்விധമുള്ള ആലയമാണ്, കൈപ്പണിയായതിൽ അത്യുന്നതൻ വസിക്കുന്നില്ല, അതുകൊണ്ട് ഭൂമിയിൽ ദൈവാലയങ്ങളില്ലെന്നും ദൈവാലയങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്നും ഒക്കെ ഈ പെന്തക്കോസ്ത്, പിന്നെ ബ്രദറൻ, ഇതര പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയാറുണ്ട്. പള്ളികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, കെട്ടിടം മാത്രമാണ് എന്ന് പറയും. പക്ഷേ ആ പള്ളികളിൽ ഏതെങ്കിലും രൂപം ഇരുന്നാൽ അതിന് വലിയ പ്രസക്തിയാണ്. അപ്പോൾ അവിടെ ഒരു രൂപം ഇരിപ്പുണ്ട് എന്ന് പറയും. അപ്പോൾ ഇവര് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ യഥാർത്ഥത്തിലുള്ള വിഗ്രഹ മാലിന്യം മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് കൊലാസി ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, അത്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന, ദുരാശ, മനുഷ്യന്റെ തെറ്റായ മോഹങ്ങൾ, അതാണ് വിഗ്രഹം എന്ന് മനസ്സിലാക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം, അടുത്ത വായനാഭാഗമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. ഇബ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു, നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതുക്കളിൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്ന യഹോവയ്ക്കുള്ളതാകും, അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ഇങ്ങനെ ഇബ്താഹ് അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു. യഹോവ അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് അരോവേർ മുതൽ മിന്നീത്ത് വരെയും ആബേൽ ഖൊരോമീം വരെ ഒരു മഹാസംഹാരം വരുത്തി 20 പട്ടണം ജയിച്ചടക്കി. എന്നാൽ ഇബ്താഹ് മിസ്പയിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവന്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടി അവനെ എതിരേറ്റ് വരുന്നു. അവൾ അവന് ഏകപുത്രിയായിരുന്നു, അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല. അവളെ കണ്ട ഉടനെ അവൻ തന്റെ വസ്ത്രം കീറി, അയ്യോ എന്റെ മകളെ, നീ എന്റെ തല കുനിയിപ്പിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുമെന്നോട് കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. അവൾ അവനോട്, അപ്പാ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മന്യരോട് പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു, ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമായി എന്റെ കന്യകാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണം എന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞു. അതിന് അവൻ പോക എന്ന് പറഞ്ഞ് അവളെ 2 മാസത്തേക്ക് അയച്ചു. അവൾ തന്റെ സഖിമാരുമായി ചെന്ന് തന്റെ കന്യാത്വത്തെ കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അവൻ നേർന്നിരുന്നത് പോലെ നേർച്ച അവളോട് ചെയ്തു. അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല. പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ 4 ദിവസം ഗിലെയാദ്യനായ ഇബ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു. ഇത് നമ്മൾ കാണുന്ന ഇബ്താഹ് എന്ന ഒരു വീരപുരുഷനെ കുറിച്ചാണ്. ഇബ്താഹ് ഒരു ന്യായാധിപനായിരുന്നു. ഇബ്താഹിനെ കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 11 വായിക്കുന്നുണ്ട്. ഗാലറി ഓഫ് ഹീറോസിൽ കയറി പറ്റിയ ഒരാളാണ് ഇബ്താഹ്. ഇബ്താഹ് പരാക്രമശാലി ആയിരുന്നു, എങ്കിലും വേശ്യാപുത്രനായിരുന്നു. പറയത്തക്ക കുടുംബ മഹിമയോ പാരമ്പര്യമോ തറവാടോ, ഒരു വേശ്യയുടെ മകനായിരുന്നു.
അത് ബൈബിളിൽ തന്നെ പറയുന്നതാണ്. 11 അധ്യായം തുടങ്ങുമ്പോൾ അങ്ങനെ പറയുന്നത്, ഇഫ്താഹ് പരാക്രമശാലിയായിരുന്നു, എങ്കിലും ഒരു വേശ്യാപുത്രനായിരുന്നു. പരാക്രമം കൊണ്ട് അവർ ഇസ്രായേലിനെ നയിക്കുകയും അമ്മോര്യരെ ജയിക്കുകയും ഒക്കെ ചെയ്തു. തന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ താനൊരു കടുത്ത നേർച്ച നേർന്നു. ഞാൻ ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന എന്താണോ അതിനെ ബലി കഴിക്കാം. യുദ്ധം കഴിഞ്ഞ് ഇവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവനെ എതിരേറ്റ് വരുന്ന ഇവന്റെ ഏക മകൾ ആയിരുന്നു. ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ, മകനും മകളും എല്ലാം ആയിട്ട് ഈ ഒരാളെ ഉള്ളൂ. അവളെ ബലി കൊടുക്കാൻ വേണ്ടി 2 മാസം അവൾ പർവ്വതത്തിൽ പോയി അവളുടെ നഷ്ടപ്പെട്ടു പോകുന്ന കന്യകാത്വത്തെക്കുറിച്ച്, കൗമാരത്തിൽ തന്നെ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് 2 മാസം ദുഃഖിക്കുകയും കരയുകയും ചെയ്തു. അതിനുശേഷം അവളെ ബലി കഴിച്ചു. ഇസ്രായേലിലെ കന്യകമാർ എല്ലാ വർഷവും ഈ ഇഫ്താഹിന്റെ മകളെ ഓർത്ത് വിലപിക്കും. അങ്ങനെ ഒരു പതിവും അവിടെ ഉണ്ടായി. ഇത് നമ്മളിവിടെ കാണുന്നത് ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. പക്ഷെ ഇതൊന്നും ദൈവം പറഞ്ഞല്ല. ദൈവം ഇഫ്താഹിനോട് സംസാരിച്ചു എന്നോ, ഇഫ്താഹെ ഞാൻ നിനക്ക് വലിയൊരു ജയം തരാം, നീ നിന്റെ മകളെ ഇങ്ങനെയൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ചു മുമ്പേ വായിച്ചു, അബ്രഹാമിനോട് ദൈവം ഇസാഖിനെ ബലി തരണം എന്ന് പറഞ്ഞു. പക്ഷേ അബ്രഹാമിന് ഇസാഖിന്റെ മേൽ കൈവെക്കാൻ ദൈവം അനുവദിക്കാതെ, ഇസാഖിന്റെ മേൽ കൈവെക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്നെ അബ്രഹാമിനെ വിലക്കി. അപ്പൊ ഒരു നരബലി എന്നത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. എന്നാൽ മനുഷ്യന്റെ ആ ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റ് അബ്രഹാമിനെ പരിശോധിച്ച് നോക്കിയതാണ്, അബ്രഹാമിന് തന്നെ ബോധം വരുത്തിയതാണ്. അപ്പം ദൈവം മനുഷ്യനാണ് ബലി കൊടുക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചിവിടെ മനസ്സിലാക്കണ്ടേ. കാരണം ഈ ബലികളെല്ലാം ഈ കഷ്ടാനുഭവാഴ്ചയിൽ നമ്മൾ വായിക്കുന്നത് പരമമായ ബലിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വെള്ളിയാഴ്ച ബലികളെ നീക്കിയിടും തിരുബലിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് വായനാഭാഗം ഈ രീതിയിൽ വരുന്നത്. ഇതിനു മുമ്പ് ബൈബിളിൽ നടന്നിട്ടുള്ള മനുഷ്യ ബലികൾ ആ ഒരർത്ഥത്തിലാണ് ഈ പെൺകുട്ടിയുടെ ബലിയെക്കുറിച്ചുള്ള ഭാഗം ഇവിടെ വായിക്കുന്നത്. സത്യത്തിൽ ബലി എന്നത് ആർക്കാണ്? ദൈവത്തിനാണോ? ദൈവത്തിന് ബലിയുടെ ആവശ്യമുണ്ടോ? മാനസാന്തരം ആർക്കാണ് ആവശ്യം? ദൈവത്തിനാണോ മനുഷ്യനാണോ? നമ്മൾ പലപ്പോഴും നമ്മുടെ തിയോളജി രൂപപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ മാനസാന്തരം എന്ന ഒരു നിലയ്ക്കാണ്. ദൈവം മാനസാന്തരപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ ബലികളിലൂടെ, യാഗങ്ങളിലൂടെ, കർമ്മങ്ങളിലൂടെ, ഉദവി പ്രവർത്തനങ്ങളിലൂടെ, തീർത്ഥാടനങ്ങളിലൂടെ, ഉപവാസത്തിലൂടെ, നോയമ്പിലൂടെ, ആത്മതപനത്തിലൂടെ ദൈവത്തെ മാറ്റിയെടുക്കുക. ഇതാണ് മനുഷ്യന്റെ ആശയം. എല്ലാ മതങ്ങളിലുമുള്ള ആശയം ഇതാണ്. എന്നാൽ യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തിന് ബലി ആവശ്യമില്ല എന്നുള്ളത്. ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പൊ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനം വരുന്നില്ല. ദൈവം മാറാത്തവനാണ്. ദൈവത്തിന്റെ സ്നേഹം സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പം ബലി എന്നാൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ബലി മനുഷ്യന് വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അബ്രഹാം, ഇന്നലെ വൈകിട്ട് നമ്മൾ ചിന്തിച്ചാണ് 22 അധ്യായത്തിൽ ഉൽപ്പത്തി. അബ്രഹാം മോറിയയുടെ മലമുകളിൽ വെച്ച് അബ്രഹാം ദൈവത്തിന് ബലി കൊടുത്തോ, അതോ ദൈവം അബ്രഹാമിന് ബലി കൊടുത്തോ? ദൈവമാണ് പ്രൊവൈഡ് ചെയ്തത്. യഹോവ ഈരേ, ദൈവമാണ് ആ ബലിവസ്തുവിനെ കൊണ്ടുവരുന്നത്, അബ്രഹാമല്ല. അപ്പൊ അബ്രഹാം കൊണ്ടുപോയ ബലിവസ്തു അല്ല ബലിയാക്കപ്പെടുന്നത്. ദൈവം അബ്രഹാമിന് വേണ്ടി ദൈവമാണ് ബലിയെ കൊണ്ടുവരുന്നത്. അതാണ് ആ യഥാർത്ഥ പിക്ചർ. ഇപ്പം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യനാണ് വീഴ്ച വന്നത്. ഇപ്പൊ കറക്റ്റ് ആകാനുള്ളത് മനുഷ്യന്റെ സൈഡാണ്, ദൈവത്തിന്റെ സൈഡല്ല. പക്ഷെ നമ്മൾ ഗ്രഹിക്കുന്നത് ദൈവം കോപിച്ചിരിക്കുന്നു, ദൈവം നമ്മോട് അകന്നിരിക്കുന്നു, ദൈവം രക്തദാഹിയായിട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തെ പ്രീണിപ്പിക്കുവാൻ, തൃപ്തിപ്പെടുത്തുവാൻ
പ്രസാദിപ്പിക്കുവാൻ നമ്മൾ ബലി കൊടുക്കുന്നു. നമ്മുടെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നു, സംതൃപ്തനാകുന്നു, പ്രീതിപ്പെട്ട് നമ്മളോട് രമ്യപ്പെടുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ്, ഇത് ലോകമതങ്ങളുടെ ചിന്തയാണ്. അപ്പം ആ പാഗൻ ഐഡിയയാണ് ക്രിസ്ത്യാനിറ്റിയിൽ കയറിയത്. ദൈവം ഒരിക്കലും നമ്മുടെ ബലി ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ക്രിസ്തുവിന്റെ ബലിയിലേക്ക്, അവിടെ നടന്ന സംഭവങ്ങളിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ പോകുന്നുണ്ട്. അപ്പം പരമമായ ആ ബലിയുടെ നിഴലായിട്ട് അബ്രഹാം മോറിയാമലയുടെ മുകളിൽ നടത്തുന്ന ബലി സത്യത്തിൽ അബ്രഹാം ദൈവത്തിന് കൊടുക്കുന്ന ബലി അല്ല, മറിച്ച് ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ബലിയാണ്. ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി തൻ്റെ പുത്രനെ കൊടുക്കുന്നതിൻ്റെ നിഴലായിട്ട് ദൈവം അബ്രഹാമിനാണ് ബലി കൊടുക്കുന്നത്. നമ്മുടെ ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രാകൃത മതം അടക്കമുള്ള ലോകത്തിലെ എല്ലാ മതങ്ങളിലുമുള്ള ചിന്ത, മലദൈവങ്ങളെയും മലങ്കാളിയെയും കരിങ്കുറത്തനെയും ചാത്തനെയും ഒക്കെ ആരാധിക്കുന്ന പ്രാകൃത മതങ്ങൾ, ആൻസെസ്ട്രൽ വർഷിപ്പ് നടത്തുന്ന മതങ്ങൾ, പിതാമഹന്മാരെ ആരാധിക്കുന്നവർ, ഭൂതങ്ങളെ ബലി കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ലോകത്ത് ഒത്തിരി മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ എല്ലാം, അതുപോലെയുള്ള ലോകത്തുള്ള പ്രമുഖ മതങ്ങളുണ്ട്. ഈ മതങ്ങളുടെ എല്ലാം സങ്കല്പത്തിൽ ദൈവം ഒരു റിബല്യസ് പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ ദൈവം അല്പം ഇടഞ്ഞു നിൽക്കുകയാണ്. ദൈവം ഇടത്തൂട്ടാണ്, അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ഇടഞ്ഞ കൊമ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ദൈവം ഇടഞ്ഞു നിൽക്കുകയാണ്. ആ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്നുള്ളതാണ് മനുഷ്യന്റെ മതങ്ങളുടെ പരിശ്രമം. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നേർച്ചകൾ, കാഴ്ചകൾ, നന്മകൾ, നോമ്പുകൾ, തീർത്ഥാടനങ്ങൾ, ഉപവാസങ്ങൾ, ആത്മതപനങ്ങൾ, ബലികൾ, യാഗങ്ങൾ, കർമ്മകൾ, പൂജകൾ, വിധികൾ, ദാനധർമ്മങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മതങ്ങൾ സജസ്റ്റ് ചെയ്യും. പക്ഷെ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതല്ല. മാനസാന്തരം ആവശ്യം മനുഷ്യനാണ്, ദൈവത്തിനല്ല. ഇപ്പൊ ബലി തരുന്നത് ദൈവമാണ്. ദൈവം നമുക്കാണ് ബലി തരുന്നത്. എന്തിനാണ്? നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുവാൻ. അതുകൊണ്ടാണ് സ്പ്രിങ്കിൾഡ് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ രക്തം നമ്മളിലാണ് തളിക്കപ്പെടേണ്ടത്, അല്ല ദൈവസന്നിധിയിൽ കൊണ്ട് തളിക്കുന്നത് നമ്മളിലാണ് തളിക്കേണ്ടത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അപ്പൊ ആ രക്തം ആർക്കാണ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത്? ദൈവത്തിനല്ല. കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മളാണ് അങ്കി അലക്കി വെളുപ്പിക്കേണ്ടത്. അപ്പൊ കുഞ്ഞാടിന്റെ രക്തം അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ മാനസാന്തരമാണ് സ്വർഗം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ മാനസാന്തരം നമ്മൾ പ്രതീക്ഷിക്കാല്ല. നമ്മുടെ മാനസാന്തരം സ്വർഗം പ്രതീക്ഷിക്കുകയാണ്. ടേൺ ടു ഗോഡ്. നമ്മുടെ ട്രൂ ഐഡന്റിറ്റിയെ തിരിച്ചറിയുക, നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്. മറ്റേ വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പല ആളുകളും വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇരിക്കുകയാണ് ഇപ്പോൾ. യെശയ്യാ 28:5 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ. അന്നാളിൽ 5 മുതൽ 13. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്ന ഒരു ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതിൽക്ക് വെച്ച് പടയെ മടക്കി കളയുന്നവർക്ക് വീര്യബലവുമായിരിക്കും. എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ചാടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാവുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഒരു സ്ഥലവും ശേഷിപ്പില്ല. ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത്? ആരെയാകുന്നു പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകുടി മാറിയവരെയോ മുലുകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ. ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം,
ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് ആയിരിക്കും. ഇത് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, സ്പോക്സ് പേഴ്സൺ ആയിട്ട് വരേണ്ട പ്രോഫറ്റ്സ് ആൻഡ് പ്രീസ്റ്റ്സ്. അവരുടെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം മദ്യപിച്ച് ചാഞ്ചാടി വീഞ്ഞു കുടിച്ച് മത്തരായി ശരിക്കും ദൈവത്തിന്റെ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ മെസ്സേജ് ചട്ടത്തിന്മേൽ ചട്ടവും സൂത്രത്തിന്മേൽ സൂത്രവുമാണ്. ഇന്ന് നമുക്കറിയാം പെന്തക്കോസ്തൽ വിഭാഗക്കാർ എപ്പോഴും വന്ന് പ്രമാണമുണ്ട്, പ്രമാണത്തിന്റെ എന്താണ് പ്രമാണമെന്ന് അവർക്കറിയത്തില്ല. അവരെന്താണ് ഉപദേശിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. ചട്ടത്തിന്മേൽ ചട്ടവും സൂത്രത്തിന്മേൽ സൂത്രവുമായിട്ട് കാര്യങ്ങൾ വെക്കുകയാണ്. ഇപ്പം യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ മെസ്സേജ് അത് തിരിച്ചറിയുക എന്നുള്ള, അതിൽ തിരിച്ചറിയുന്നതിൽ ദയനീയമായിട്ട് ഈ പുരോഹിതന്മാരും പ്രവാചകന്മാരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. യെശയ്യാവ് എടുത്തു കാണിക്കുകയാണ്, അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഒരുപാട് നിയമങ്ങളാണ്. തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, അങ്ങോട്ട് നടക്കരുത്, ഇങ്ങോട്ട് നടക്കരുത്, ഇടത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയരുത്. ഇങ്ങനെ ചട്ടത്തിന്മേൽ ചട്ടങ്ങൾ, ഇങ്ങനെ നിയമത്തിന്മേൽ നിയമങ്ങളും പ്രമാണത്തിൻ്റെ മേൽ പ്രമാണങ്ങളും എല്ലാം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവരൊരിക്കലും ഇതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്ന് അവർ പറയത്തുമില്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും വന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ ലൈവിൽ എഴുതുന്ന ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ ആൾ എഴുതുന്നുണ്ട്. ഈ അനിൽകുമാർ എന്ന് പറയുന്ന ആൾക്ക് പറയാൻ പറ്റുമോ വാട്ട് ഈസ് യുവർ ഗോസ്പൽ? നിങ്ങളൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. ഞാൻ നാളുകളായിട്ട് വെച്ച് പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സുവിശേഷം? അനിൽകുമാർ പെന്തക്കോസ്ത് ആണെങ്കിൽ നിങ്ങൾ ഒരാളെ കൊണ്ടുവരും. ഈ ലൈവിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ചോദിക്കാം. ലൈവിൽ ജോയിൻ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ ആളെ കൊണ്ടുവന്നാൽ മതി. റെഡിയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, 2 hour വേണം. 2 hour ചോദിക്കും. നിങ്ങളുടെ ഉപദേശം എന്താണെന്ന് ഓരോ കാര്യങ്ങളും ചോദിക്കും. കൃത്യമായിട്ട് ഇന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറയണം. അങ്ങനെ പറയാൻ തൻ്റെടമുള്ള ഒരു പെന്തക്കോസ്തുകാരൻ ഭൂമി മലയാളത്തിലുണ്ടെങ്കിൽ മിസ്റ്റർ അനിൽകുമാർ, യു ക്യാൻ ബ്രിങ് ദം. വേറൊന്നുമില്ല, ചർച്ച സംവാദമൊന്നുമില്ല. സിമ്പിൾ ചോദ്യങ്ങൾ മാത്രം ചോദിക്കും. വാട്ട് യു ബിലീവ്? നിങ്ങളുടെ ഉപദേശം അറിയാവുന്ന ഒറ്റ ഒരുത്തനുണ്ടോ? ഏത് സഭയെന്നാലും മതി, ഒറ്റ ഒരാളുണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇവിടെ വന്നിരുന്ന് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, 1 by 1 ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഇന്നതെന്താണ്, 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 ഇതെന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ആശയം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പറ്റുമോ? നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. യു ഹാവ് നോ ഐഡിയ. ചട്ടത്തിന്മേൽ ചട്ടവും സൂത്രത്തിന്മേൽ സൂത്രവുമാണ്, തന്ത്രമാണ്. അപ്പൊ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു തട്ടിപ്പ് സംഘടനയാണ് പ്രിയപ്പെട്ട അനിൽകുമാർ. ഈ പ്രഭാതത്തിൽ അങ്ങനെ പറയേണ്ടി വന്നത് ഖേദമുണ്ട്. നിങ്ങൾ കമന്റ് എഴുതി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അല്ലാതെ അത് മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടോ സുവിശേഷവുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാണ്, ഒരു ബന്ധവുമില്ല. വീണ്ടും നമ്മുടെ ഓപ്പൺ ഇൻവിറ്റേഷൻ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്നെ മെസ്സഞ്ചറിൽ കോൺടാക്ട് ചെയ്യുക. അവരെ ഈ ലൈവിൽ ജോയിൻ ചെയ്യിക്കാം. എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. നിങ്ങൾ പറയണം. എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായിട്ട്, എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ചേരും. എന്ന് പറഞ്ഞാൽ പിന്നെ ഉപദേശവും കാര്യങ്ങൾക്കും ഒന്നുമില്ല. നിങ്ങളുടെ ഒരു എളിയ ദാസനായിട്ട് നിങ്ങളുടെ കൂടെ വന്നോളാം. പറ്റുമോ? പറ്റത്തില്ല. ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ. എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ചോദിക്കും. അപ്പോസ്തലപ്രവൃത്തി 25-ാം അധ്യായം 6 മുതൽ 12 വരെ. അപ്പോസ്തലപ്രവൃത്തി 25-ാം അധ്യായം 6 മുതൽ 12 വരെ. ഫേസ്ബുക്കിൽ ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഫേസ്ബുക്ക് എടുത്തു കളഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് ലൈവിൽ ജോയിൻ ചെയ്യിക്കാൻ. നിങ്ങൾ ആളെ കൊണ്ടുവന്നാൽ മതി, ഒന്നൊരു കുഴപ്പമില്ല. ആളെന്താ കൊണ്ടുപോവാ. ചുമ്മാ ഇവിടെ വന്ന് കമന്റ് എഴുതിയിട്ട് കാര്യമില്ല. ആദ്യം അനിൽകുമാർ മനസ്സിലാക്കണം, താൻ നിൽക്കുന്ന ഒരു കൾട്ടിനകത്താണ്. ആളെ കളിപ്പിക്കുന്ന കറക്ക് കമ്പനിയാണ്, ദുരുപദേശ കൂട്ടമാണ്.
അത് ആദ്യം മനസ്സിലാക്കുക. എന്തോ ക്രിസ്തുവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ ക്രിസ്ത്യാനിയാണെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ചാണ് ദാറ്റ് പുവർ ഗൈ വന്ന് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ക്രിസ്ത്യാനിത്വമൊന്നും അല്ല സുഹൃത്തെ. നിങ്ങൾ മനസ്സിലാക്കണം, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ല അവർ. ആക്സ് 25:6 മുതൽ 12 വരെ. അവൻ ഏകദേശം 8-10 ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് ന്യായാസനത്തിൽ ഇരുന്ന് പൗലൂസിനെ വരുത്തുവാൻ കൽപ്പിച്ചു. അവൻ വന്നാറ് യെരുശലേമിൽ വന്ന യഹൂദന്മാർ ചുറ്റും നിന്ന് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. പൗലൂസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ ദൈവാലയത്തോടാകട്ടെ കൈസറോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചപ്പോൾ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലൂസിനോട് യെരുശലേമിൽ ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടത്താൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലൂസ്, ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായം ചെയ്തിട്ടില്ല, നീ നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്തുവെങ്കിൽ മരണയോഗ്യതമായി വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരില്ല എന്ന് വരികിലോ അവനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല. ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നീ കൈസറെ അഭയം ചൊല്ലിയിരിക്കാൻ കൈസറുടെ അടുക്കലേക്ക് നീ പോകും എന്ന് ഫെസ്തോസ് ഉത്തരം പറഞ്ഞു. ഇത് പൗലൂസിനെ കുറിച്ച് ഉള്ള ആക്ഷേപമാണ്. 3 കാര്യങ്ങളാണ്: യഹൂദന്മാരുടെ ന്യായപ്രമാണം, ദൈവാലയം, കൈസർ. 3 കാര്യമാണ്. ലോ, ടെമ്പിൾ, സീസർ. അത് പൊളിറ്റിക്കലി ഉള്ള ആരോപണം, ടെമ്പിളിനെ സംബന്ധിച്ചുള്ള ആരോപണം, ലോ ഓഫ് മോസസിനെ സംബന്ധിക്കുന്ന ആരോപണം. പൗലൂസിനെ എങ്ങനെ ഒടുക്കിക്കളയണം എന്ന് തീരുമാനിക്കുകയാണ്. പെന്തക്കോസ്തുകാർ കഴിഞ്ഞ നാളുകളിൽ എനിക്കെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങൾ അങ്ങനെയാണ്. ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന്, പിന്നെ SNDP-കാർക്കെതിരെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കാൻ നോക്കി. എന്തെല്ലാം ആരോപണങ്ങളാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഒരാരോപണങ്ങളും നിലനിൽക്കുന്നതല്ല. പൗലൂസ് ആ ആരോപണങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഏതു വിധത്തിലുള്ള വിസ്താരവും സ്വീകരിപ്പാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പൗലൂസ് പറയുന്നു. സത്യം കയ്യിലുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പൗലൂസ് തീരെ ഭയപ്പെടുന്നില്ല. പൗലൂസ് പറയാണ്ട് അത് എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് തെളിവുകളുണ്ടോ കൊണ്ടുവരിക. അവർക്ക് ഒരു തെളിവും കൊണ്ടുചെല്ലാൻ കഴിഞ്ഞില്ല. ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എബ്രായലേഖനം 1:6 മുതൽ ആണ് അടുത്ത വായന ഭാഗം. എബ്രായലേഖനം 1:6 മുതൽ. ഭൂതലത്തിലേക്ക് ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. ആദിജാതനെ, ദൈവത്തിന്റെ പുത്രൻ ഭൂതലത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം കൽപ്പിക്കുകയാണ്, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. അപ്പോൾ പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് വരുന്ന ബെയ്ത്ലഹേമിൽ വിശുദ്ധ കന്യകയുടെ മകനായി ബെയ്ത്ലഹേമിൽ ജാതനാവുകയാണ്. അപ്പോൾ ബെയ്ത്ലഹേമിൽ കൽപ്പന എന്താണ്? ഭൂതലത്തിലേക്ക് ആദിജാതനെ പിന്നെയും പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ ആരാധിക്കണം, നമസ്കരിക്കണം. കുറച്ച് ദൂതന്മാർ പോയി അവനെ ആരാധിക്കണമെന്നല്ല, ദൈവത്തിന്റെ സകല ദൂതന്മാരും. ദൈവത്തിന്റെ ദൂതന്മാർ കോടിയാണ്, അവന്റെ രഥങ്ങൾ കോടിയാണ്. 10,000 കോടി ദൂതന്മാരുണ്ട്. ഒന്നൊഴിയാതെ മുഴുവൻ ദൂതന്മാരും ഈ ശിശുവിനെ ആരാധിക്കണമെന്നാണ് കൽപ്പന. അപ്പൊ ബെയ്ത്ലഹേമിന്റെ ആത്മമണ്ഡലത്തിൽ സംഭവിച്ച എന്താണ്? നമ്മളത് ഭാവന കാണണം. നമ്മൾ ഈ തിരുവഴുത്ത് ഇങ്ങനെ വായിച്ചിങ്ങനെ വേഗത്തിൽ പോയിട്ട് കാര്യമില്ല. അവിടെ പറയണം, ഇപ്പൊ ബെയ്ത്ലഹേമിൽ സംഭവിച്ച കുറച്ച് ദൂതന്മാര് പാട്ട് പാടുന്നതും ഇടയന്മാര് കണ്ടു. അവർ കണ്ടതിനേക്കാൾ അപ്പുറമാണ് ബെയ്ത്ലഹേമിന്റെ ആത്മമണ്ഡലം. ബെയ്ത്ലഹേമിന്റെ ആത്മമണ്ഡലത്തിൽ ട്രാഫിക് വളരെ ബിസിയായിരുന്നു. സ്പിരിച്വൽ റെലം മുഴുവൻ ഹെവി ട്രാഫിക്കാണ്. ദൈവത്തിന്റെ രഥങ്ങളും കെരൂബുകളും ക്രോബേന്മാരും ക്രോബരഥങ്ങളും തീരഥങ്ങളും ഈറന്മാരും ഒഫാനീമുകളും എല്ലാം പാഞ്ഞിറങ്ങുക. തീപൂണ്ട മാലാഖമാരും സ്വർഗവാസികൾ മുഴുവൻ ബെയ്ത്ലഹേമിൽ വന്ന് യേശു കർത്താവിനെ വർഷിപ്പ് ചെയ്തു. ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്തു.
അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരി പരമായി നിന്നെ ആനന്ദധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോ, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോ, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. അപ്പൊ പുത്രനോട് പറയുകയാണ്, പിതാവായ ദൈവം പറയാണ്, പുത്രനോട് പറയാണ്, ദൈവമേ നീയാണ്. അപ്പം പുത്രനെ വിളിക്കുന്ന എന്താണ്? ദൈവമേ എന്താണ് പിതാവ് വിളിക്കുന്നത്? ദൈവമേ. മനസ്സിലായോ? നമ്മൾ ഈ നമ്മുടെ സഭയിൽ മെത്രാന്മാർ തമ്മിൽ സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കണം, അല്ല അച്ഛന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കണം. അത് അവരുടെ ആ സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് അവർ പരസ്പരം സംസാരിക്കുന്നത്. അതുപോലെ ഇവിടെ പുത്രനോട് പിതാവ് പറയുകയാണ്, നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാണ്, അവ നശിക്കും. അപ്പൊ ക്രിയേഷനിലുള്ള പുത്രന്റെ പങ്കാളിത്തം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഉളവായതൊന്നും തന്നെ കൂടാതെ ഉളവായിട്ടില്ല. ഉളവായിട്ടുള്ളതെല്ലാം താൻ മുഖാന്തരവും തനിക്ക് വേണ്ടിയുമാണ് ഉളവായിരിക്കുന്നത്. അപ്പൊ സൃഷ്ടപ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം മുഴുവൻ പുത്രൻ തമ്പുരാന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷപ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. സെർവന്റ് സ്പിരിറ്റ്സ് ആണ് ദൂതന്മാർ. പക്ഷേ പുത്രൻ യുണീക്കാണ്, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ് എന്നുവരെയാണ് ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. അപ്പൊ എല്ലാ ശത്രുക്കളും പാദപീഠമാകുന്നത് വരെ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കും. അല്ലാതെ പെന്തക്കോസ്തുകാരുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ കർത്താവ് ഇനി ഇവിടെ വന്ന് യുദ്ധം ചെയ്യത്തൊന്നുമില്ല, ഇവിടെ വന്ന് ഇനി അടിപിടി ഉണ്ടാക്കുമെന്നൊക്കെയാണ് അവര് പറഞ്ഞു പഠിപ്പിക്കുന്നത്. തിരുവെഴുത്തിൽ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാകുന്നവരെ സ്വർഗം അവനെ പിടിച്ചു വെക്കും എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടും ന്യായമായി പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി തന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? സോ സച്ച് എ ബിഗ് സാൽവേഷൻ, ഇത്ര ഭയങ്കരമായ രക്ഷയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെലവുമില്ല, നമുക്കൊരു അധ്വാനവുമില്ല, ഇല്ലാതെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ഈ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയും? മത്തായിയുടെ സുവിശേഷം 21:23 മുതലുള്ള ഭാഗങ്ങളാണ് അടുത്തായിട്ട് വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21:23 മുതൽ ഉള്ള വാക്യങ്ങൾ. അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പം they were questioning the authority of Jesus. നമുക്കിന്ന് നമ്മൾ ഈ തിരുവെഴുത്ത് പഠിക്കുന്നുണ്ട്, നമുക്കറിയാം യേശുവിന്റെ അധികാരം എന്താണ്. തൃത്വത്തിൽ രണ്ടാമനാണ്. അവൻ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നാണ് കൽപ്പന. അപ്പം അതാണ് അധികാരം. അപ്പൊ യേശു തിരിച്ച് അവരോട് കൊടുക്കുകയോ എന്ന് ചോദിക്കുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചാണ്. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നു. പിന്നീട് യേശു ഒരു ഉപമ പറയുകയാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ചിട്ട് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ ചെന്ന് അവൻ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ ഇപ്പോൾ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കിടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ യേശു കർത്താവ് 2 മക്കളെ പറ്റി പറയുകയാണ്.
ഇന്നലെ നമ്മൾ വായിച്ചതാണത്. സ്നേഹം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഇന്നലത്തെ വായനാഭാഗത്തിൽ വായിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അത് ഒന്ന് യോഹന്നാൻ 3:18 ദൈവത്തിന്റെ സ്നേഹം കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇവിടെ അതേ കാര്യമാണ് ഒരു ഉപമയായിട്ട് യേശു പറയുകയാണ്. ഒന്നാമത്തെ മകനോട് ഞാൻ അപ്പം പറഞ്ഞു, മോനെ നീ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വേണം. അതിന് അവൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല അപ്പ, നാടൻ ഭാഷ പറഞ്ഞ സൗകര്യമില്ല, മനസ്സില്ല, അങ്ങനെ എഴുതിയിരിക്കുന്നു, മനസ്സില്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ രണ്ടാമത്തെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ അപ്പ ഇപ്പൊ പോയേക്കാം, മുന്തിരിത്തോട്ടമല്ലേ, നമ്മുടെ ഏത് മുന്തിരിത്തോട്ടം അപ്പ, നമ്മുടെ തെക്ക് വശത്തുള്ളതാണോ? തെക്ക് വശത്ത്. ഇപ്പൊ ശരിയായി. അപ്പം പോയി അവൻ അവിടെ കിടന്നുറങ്ങി, അവൻ പോയേയില്ല. പക്ഷെ ആദ്യം പറ്റത്തില്ലെന്ന് പറഞ്ഞവനൊരു മനസാന്തരം വന്നു, മനപ്രയാസം വന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കും. ഇത് ലോകത്തെ കാണിക്കാം. ആരാണ്? ലിപ് സർവീസ്, അധര സേവ ഇല്ല. ഓ സ്തോത്രം 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 സ്തോത്രം, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഇതൊന്നുമില്ല. വാ കൊണ്ടുണ്ടാക്കുക. കൽപ്പന അനുസരിച്ചോ? സ്നാനപ്പെടുക, എളുപ്പമാണ്. പെന്തക്കോസ്റ്റ് ചേരുക, മീശ പിടിക്കുക, വെള്ളം ഇടുക. യേശു പറയാണ് റിലീജിയസ് റിച്വൽസ് ഒബ്സർവ് ചെയ്യുക, അതിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുക. യേശു പറയാണ് നിങ്ങൾക്ക് മുമ്പായി, ഇവിടെ നോക്ക്, നിങ്ങൾക്ക് മുമ്പായി മത്തായി സുവിശേഷം 21:32 നിങ്ങൾക്ക് മുമ്പായി ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ കടക്കുന്നു. മത്തായി 21:31 നിങ്ങൾക്ക് മുമ്പായി ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ കടക്കും. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് നരകം ഉണ്ടോ പാസ്റ്ററെ, നരകമില്ലെന്ന് പാസ്റ്റർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, നരകമുണ്ട്. അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണ്. യേശു കർത്താവ് പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്, 2 പുത്രന്മാരുടെ. ഇത് 2 പുത്രന്മാരുടെയാണ്. വേറൊരു സ്റ്റോറി ലൂക്കോസ് 15 പറയും. ധൂർത്തനായ പുത്രന്റെ, പ്രോഡിഗൽ സൺ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇളയ മകൻ വന്നു കഴിഞ്ഞപ്പോ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. വീട്ടിനകത്ത് നൃത്തമായി, സംഗീതമായി, സദ്യയായി, വലിയ ആഘോഷമായി വീടിന്റെ അകത്ത്. മൂത്ത മകൻ വന്നിട്ട് വീട്ടിൽ കയറാൻ മനസ്സില്ലാതെ നിന്നു. ആ വീടിന്റെ അകമാണ് സ്വർഗം, ആ മുറ്റമാണ് നരകം. അപ്പനുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു. അവൻ വിചാരിച്ചത് അവനാണ് അപ്പനുമായിട്ട് ബന്ധമുള്ളതെന്നാണ് അവൻ വിചാരിച്ചത്. ഇളയവൻ വീട് വിട്ടുപോയി, അപ്പനുമായിട്ട് ബന്ധമില്ല. പക്ഷെ അപ്പന്റെ ഹൃദയത്തിൽ ഇളയ മകനുണ്ട്, മൂത്ത മകനുമുണ്ട് ഹൃദയത്തിൽ. പക്ഷെ ഈ മുറ്റത്ത് ആ യാഥാർത്ഥ്യം ഇവൻ തിരിച്ചറിയാം, ഇവനും അപ്പനുമായിട്ട് ബന്ധമില്ല. ഇവന് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. ആ റിയാലിറ്റി അവനെ നോക്കി പല്ലളിച്ച് കാണിക്കുകയാണ്. വേശ്യമാരോടുകൂടെ മുതൽ തിന്നു കളഞ്ഞ, അലഞ്ഞു തിരിഞ്ഞ് നടന്ന, ദുർമാർഗിയായ, തെമ്മാടിയായ ഇളയ മകൻ അകത്ത് ഭയങ്കര പാട്ടും ഡാൻസും, ഫീസ്റ്റിംഗ്, സെലിബ്രേറ്റിംഗ്, ഡാൻസിങ് ആൻഡ് സിംഗിങ്. ഇവൻ ഇവിടെ വേർത്ത് കുളിച്ച് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, കയറാൻ പറ്റുന്നില്ല. സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുന്ന മതത്തിന്റെ അന്ധമായ അനുയായികളോട് യേശു പറയാണ്, നിങ്ങൾക്ക് മുമ്പായി വേശ്യമാരും ചുങ്കക്കാരും
ദൈവരാജ്യത്തിൽ കിടക്കും. കാരണം ഇറ്റ് ഈസ് ഫ്രീ. ഇത് നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല, മറിച്ച് ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. ഞാൻ ചിന്തിയ രക്തത്താൽ, നോട്ട് ബിക്കോസ് ഓഫ് യുവർ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് മൈ ബ്ലഡ്. ഫ്രീ എൻട്രിയാണ്. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും ഞാൻ കുടിച്ചേൻ. നീ ഇവിടെ കയറിക്ക് ഓപ്പണാണ്. വേശ്യകളും ചുങ്കക്കാരും ഈ ലോകത്തിലെ പാപികളും എരച്ച് കയറും. കാരണം അവരെ സംബന്ധിച്ച് കൂടെ ആര് കയറിയാലും അവർക്കൊരു പ്രശ്നവുമില്ല. കാരണം ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരും ഒരു ഗതിയുമില്ലാത്തവരും അവരെ സംബന്ധിച്ചത് വലിയ സന്തോഷമാണ്. കാരണം അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. വാളവര പോലും കിട്ടാത്ത, പന്നിയുടെ വാളവര പോലും കിട്ടാത്ത അവൻ പറയാണ്, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയാമെന്ന്. അവനെ സംബന്ധിച്ച് ഇത് മെഗാ ബെമ്പർ ലോട്ടറി അടിച്ച പോലെ. അവൻ ചാടിക്കേറി, മകനെ അകത്തേക്ക് വരൂ, മേത്തരമായി അങ്കി ധരിക്കൂ, ചെരുപ്പിടൂ, ഇതാ കാളെ അറക്കാൻ പോണു, ലെറ്റ് us സെലിബ്രേറ്റ്. അവനെന്നാ പ്രശ്നം? അവൻ ഇടിച്ചു കയറും. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവന്റെ മനസ്സിൽ ഒരുപാട് സൗധങ്ങളും സ്വപ്നങ്ങളും ധാരണ പിശകുകളും എല്ലാം ഉണ്ട്. മതത്തിന്റെ അനുയായികൾക്ക് അവർക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. നീതിമാന്മാരാണെന്ന് അവർ ധരിക്കുന്നത്. ഞാൻ 2 നേരം ഉപവസിച്ചു, തുളസി, ജീരകം, ചതകുപ്പ ഇതിനൊക്കെ ദശാംശം കൊടുത്തു, ഞാൻ പതിവായി പള്ളിയിൽ പോയി, ഞാൻ കൈവക്കി 10 മിനിറ്റ് നിന്നു, ഞാൻ അന്യഭാഷ പറഞ്ഞു, ഞാൻ സ്തോത്രം ചെയ്തു, ഞാൻ തലകുത്തി മറിഞ്ഞു, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവരാജ്യം തുറന്നിട്ടിരിക്കുക. യു ക്യാൻ. യേശു പറയാണ്, സത്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങളെക്കാൾ മുമ്പേ വേശ്യമാർ ഓടിക്കയറും, ചുങ്കക്കാർ ഓടിക്കയറും, അവരെല്ലാം കയറിപ്പോവും. നീതിമാന്മാർ മുഴുവൻ ഇങ്ങനെ ഭാരപ്പെട്ട മുറ്റത്ത് നിൽക്കും, കയറാൻ മനസ്സില്ലാതെ. ഇതാണ് ഈ നരകത്തിന്റെ ചിത്രം. അല്ലാതെ നരകം എന്ന് പറഞ്ഞാൽ കർത്താവ് പിടിച്ചു നീ പോകും നരകത്തിൽ. നിങ്ങൾക്ക് മുന്നമേ ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കിടക്കുന്നെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർക്ക് ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിലും അനുദപിച്ചില്ല. ഇപ്പൊ കർത്താവ് നേടിയെടുത്ത ആ രക്ഷയെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു രക്ഷ വേണം. നമ്മൾ അത് ഒരുക്കാനുള്ള തത്രപ്പാടിലാണ്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളാണ് അടുത്ത വായനാ ഭാഗം. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു, യോർദാനക്കരെ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെന്നു. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനെ അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യർ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു. നമ്മൾ വിവാഹ ശുശ്രൂഷയ്ക്ക് വായിക്കുന്ന ഭാഗമാണിത്. സ്ഥിരമായിട്ട് കല്യാണത്തിനൊക്കെ പോയിട്ട് പള്ളിയിൽ കയറാതെ മുറ്റത്ത് നിൽക്കുന്നവർ കേൾക്കത്തില്ല, പള്ളിയിലൊക്കെ കയറുന്നുണ്ട്, ഇതൊക്കെ കേൾക്കാം. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്ര ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുതെന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ച് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രയും ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചു. ആദിയിൽ അങ്ങനെ എല്ലാവരും ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തം അല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടുള്ള വിവാഹം കഴിക്കുന്നവനോ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നതാണല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് വരം ലഭിച്ചവർക്കല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് അടുത്ത വായന ഭാഗം. ഇവിടെ ഡിവോഴ്സിനെ പറ്റിയാണ് കർത്താവിനോട് ചോദിക്കും. കർത്താവ് പറയാണ്, അപ്പൊ മോശ പറഞ്ഞു തലാഖ് മുത്തലാഖ് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയാൻ വേണ്ടിയുള്ള മുത്തലാഖ് നിയമമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കർത്താവ് പറയാണ്, മോശ ആ നിയമമൊക്കെ തന്നത് നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ്. നിങ്ങളുടെ ബിക്കോസ് ഓഫ് യുവർ ഹാർഡ് ആൻഡ് ഹാർട്ട് laws were written in such a manner. അതുകൊണ്ടാണ്
ബിക്കോസ് ഓഫ് ദ ഹാർഡ്നെസ് ഓഫ് യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കഠിനത കൊണ്ട്. അപ്പം നമ്മൾ ന്യായപ്രമാണം, ഇപ്പം ഞാനിവിടെ വെച്ച് ഈ ലൈവുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ന്യായപ്രമാണത്തിൽ പല ഭാഗങ്ങളും ഒത്തിരി പേർക്ക് സംശയങ്ങളുണ്ട്. ഇത് യേശു കർത്താവ് വ്യാഖ്യാനിക്കുന്ന മെത്തേഡാണ്. യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്തിൽ ഒരു ഭാഗം കർത്താവ് വായിച്ചില്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പം മോശയുടെ ന്യായപ്രമാണത്തെ ചോദ്യം ചെയ്യാണ്. അപ്പം അവരൊന്ന് ചോദിക്കണ്ട, പിന്നെ മോശ അങ്ങനെ കൽപ്പിച്ചോ? മോശ കൽപ്പിച്ചു നിങ്ങളുടെ ഹൃദയകാഠിന്യം. കാരണം നിങ്ങളുടെ ഇരുണ്ട മനസ്സ്, കഠിനമായ മനസ്സ്, ഡാർക്കൻഡ് ആൻഡ് ഹാർഡൻഡ് ഹാർട്ട്. ഇപ്പോൾ ഹ്യൂമൻ ഹാർട്ടിന് സംഭവിച്ച കാര്യമാണ്. ഒന്ന്, ഹൃദയം ഇരുണ്ടു, രണ്ട്, ഹൃദയം കഠിനമായി. അപ്പൊ കഠിനമായ ഹൃദയവും ഇരുണ്ട ഹൃദയവും ആഗ്രഹിക്കുന്ന ഒരു നീതിയുണ്ട്. ആ നീതിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. റിട്രിബ്യൂട്ടൽ ജസ്റ്റിസാണ്, ക്രൂരമാണ്. അപ്പൊ നമ്മുടെ ഹൃദയം കഠിനമാണ്, ഇരുണ്ടതാണ്. അപ്പൊ ഇരുണ്ടതും കഠിനവുമായ ഹൃദയം ദൈവത്തെ കാണുന്ന ഒരു രീതിയുണ്ട്, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്, സമ്പ്രദായമുണ്ട്, നിയമമുണ്ട്, പ്രമാണമുണ്ട്, ചട്ടമുണ്ട്, വിധികളുണ്ട്. അപ്പം ഇരുണ്ടതും കഠിനവുമായ മനുഷ്യ ഹൃദയത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട നിയമങ്ങൾ, ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ അവയ്ക്ക് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു മൂടുപടം വന്ന് വീഴുന്നു. ഞാനല്ല കേട്ടോ പാവം, ഞാനൊരു പാവമാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. പൗലോസ് ശ്ലീഹയാണ് പറഞ്ഞത്. കൊരിന്ത്യർ ലേഖനത്തിൽ നിങ്ങൾ നോക്ക്, നിങ്ങൾ കൊരിന്ത്യർ ലേഖനം എടുക്കുക. കൊരിന്ത്യർ ലേഖനം എടുത്ത് നോക്കുമ്പോൾ അവിടെ പറയുന്നു, പഴയ നിയമം വായിക്കുന്തോറും നമ്മുടെ ഹൃദയത്തിൽ ഒരു മൂടുപടം വന്ന് വീഴുകയാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം ചീന്തിപ്പോവും. ക്രിസ്തുവിലാണ് ആ മൂടുപടം നീങ്ങിപ്പോകുന്നത്. 2 Corinthians chapter 3, 2 Corinthians 3-ാം അധ്യായം, 2 Corinthians 3-ാം അധ്യായം 14-ാം വാക്യം. ബൈബിൾ ഉള്ളവരെല്ലാം എടുക്കണം കേട്ടോ, അല്ലെ പിന്നെ ഈ പറഞ്ഞത് ദുരുപദേശമാണ് എന്നൊക്കെ. ഞാൻ കമന്റോട് നോക്കട്ടെ. ഓക്കെ, നമ്മളിത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 2 Corinthians 3-ാം അധ്യായം, ഞാൻ കമന്റ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കി കേട്ടോ. 2 Corinthians 3-ാം അധ്യായം. അപ്പം ഇവിടെ നിങ്ങൾ വായിക്കുക, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ് ആ ട്രൂ ഐഡന്റിറ്റി, അല്ലെങ്കിൽ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള യഥാർത്ഥ ഹിതം, വിൽ ഓഫ് ഗോഡ് മനസ്സിലാകുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങളും ആശയങ്ങളും എല്ലാം എടുത്ത് നമ്മൾ ദൈവഹിതത്തെ രൂപപ്പെടുത്താനോ ദൈവിക മനസ്സിനെ ഗ്രഹിക്കാനോ ശ്രമിച്ചാൽ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു പോകും. അത് എട്ടുകാലി വല കൊണ്ട് വസ്ത്രം തുന്നുന്ന പോലെ ഇരിക്കും. യെശയ്യാവിന്റെ ഭാഷയാട്ടോ. 8 കാലി വല കൊണ്ട് നമ്മൾ വസ്ത്രം ഉണ്ടാക്കി പുതയ്ക്കുന്ന പോലെ ഇരിക്കും, ദേഹത്തെല്ലാം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങൾ ലിസൺ ചെയ്യുക. ദിസ് ഈസ് ട്രൂ ഗോസ്പൽ, ഇതാണ് ഒറിജിനൽ ഗോസ്പൽ. അപ്പൊ ഹൃദയം കഠിനപ്പെട്ടു. അപ്പൊ പരീക്ഷന്മാര് ചോദിക്കുക, അപ്പൊ പിന്നെ മോശയില്ല, അത് പറഞ്ഞുതരാം. നിങ്ങളുടെ ഹൃദയം കഠിനമാണ്. കഠിനമായ നിങ്ങളുടെ ഹൃദയം, നീ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, ഇരുണ്ട ഹൃദയം, ഡാർക്കൻഡ് ഹാർട്ട് ആൻഡ് ഹാർഡൻഡ് ഹാർട്ട്. അപ്പൊ ഇരുണ്ടതും കഠിനവുമായ മനുഷ്യ ഹൃദയം ആഗ്രഹിക്കുന്ന തിരുവെഴുത്തുകൾ ആ കാലഘട്ടങ്ങളിൽ തന്നു. ഇവിടെ ഇതാ പുത്രൻ സൂര്യ തേജസ്സോടെ ഉദിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു. പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നതാണ് ട്രൂ ഗോസ്പൽ.
പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചത് ഭാഗികമാണ്, അത് പാർഷ്യൽ ഗോസ്പലാണ്, ട്രൂ ഗോസ്പൽ അല്ല. There you cannot see the fullness of God's will. You cannot see the fullness of God's grace. You cannot see even a glimpse of God's heart. ഒരു ദൈവിക ഹൃദയത്തിന്റെ ഒരു നിഴലാട്ടം പോലും നമുക്ക് പഴയ നിയമത്തിൽ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ക്രിസ്തുവിലാണ് നമ്മൾ ദൈവത്തെ കാണേണ്ടത്. ഇതുകൊണ്ട് നമ്മൾ ഈ വായനാഭാഗം എല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോൾ നമ്മളങ്ങ് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അയ്യോ അവിടെ അങ്ങനെയുണ്ട്, ഇഫ്താഹ് എന്ന് പറഞ്ഞാണ് നമ്മൾ മോളെ കൊല്ലാന്ന് പറഞ്ഞു, മോളെ കൊന്നാണ്ട് ഇഫ്താഹ് കൊന്നു. ഇപ്പൊ നിങ്ങൾ പറയും ഇഫ്താഹ് ചെയ്തത് നല്ലതാണോ ശരിയാണോ? അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തെ ഗ്രഹിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പൊ മനുഷ്യന്റെ പരാജയങ്ങളെ കാണിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 9:43 അടുത്ത് വായിക്കുന്ന ലൂക്കാസ് സുവിശേഷം 9:43. എല്ലാവരും and they were all amazed at the majesty of God. അവരെല്ലാവരും ദൈവത്തിന്റെ മഹിമയെ വിസ്മയിച്ചു. യേശു ചെയ്യുന്നതിലൊക്കെ എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അത് തിരിച്ചറിയാതെ അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു. അവരിൽ വെച്ച് ആരാണ് വലിയവൻ എന്ന ഒരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളു. ഓക്കെ 45. ആ വാക്ക് അവർ ശ്രദ്ധിച്ചില്ല. അടുത്തത് മത്തായിയുടെ സുവിശേഷം 22:41 മുതലാണ്. മത്തായിയുടെ സുവിശേഷം 22:41. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോൾ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവിനോട് അരുളി ചെയ്തെന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് മുതൽ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിന്മേൽ വെക്കുന്നു. ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നു. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നു. അവർക്ക് പ്രിയമാകുന്നു. നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗ്ഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഹ്യൂമിലിറ്റിയാണ്, ഹംബിൾനെസ്സിനെ കുറിച്ച് കർത്താവ് പറയാം. താഴ്മ നമ്മൾ വളരെ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ആ താഴ്മ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ പറയാണ്, അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, അവർ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ കംപ്ലൈന്റ്. അവർ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഈ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കുറച്ചു മുമ്പേ വായിച്ചു, 3-ാം അധ്യായം 1 യോഹന്നാൻ 3 വാക്കിനാലും നാവിനാലുമല്ല സത്യത്തിലും പ്രവൃത്തിയിലും വേണം സ്നേഹിക്കുവാൻ. ഇവിടെ യേശു പറയണം, അവർ മനുഷ്യരുടെ മേൽ വലിയ ഭാരങ്ങളൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്, പക്ഷെ അവർ ചെറുവിരലുകൊണ്ട് പോലും തൊടുന്നില്ല. ഇപ്പൊ നീതീകരണം എന്നുള്ള വിഷയമാണ്, ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പൗലോസ് ശ്ലീഹ എഴുതുന്നുണ്ട് റോമാലേഖനത്തിൽ.
അബ്രഹാമിനെ കുറിച്ച് പൗലോസ് റോമാലേഖനത്തിൽ എന്താ 4 അധ്യായത്തിൽ എഴുതുന്നത്? അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നീതീകരണം വിശ്വാസത്തിലാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. വിശ്വാസത്താലാണ് നീതീകരണം. എന്നാൽ യാക്കോബ് ശ്ലീഹ അബ്രഹാമിന്റെ കാര്യം എഴുതിയിട്ട് പറയാണ്, അബ്രഹാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു. കണ്ടോ കോൺട്രഡിക്ഷൻ? അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പൗലൂസ് പറയുമ്പോൾ അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എന്ന് യാക്കോബ് പറയും. ഇനി നിങ്ങൾ പറ, അബ്രഹാം പ്രവൃത്തിയാലാണോ നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണോ? ഇപ്പൊ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ആളുകൾ കേൾക്കുമ്പോഴും കൺഫ്യൂഷൻ. കാരണം ഞാൻ പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നുണ്ടെന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ട്. ചിലർ എനിക്ക് മെസ്സേജ് വായിക്കുന്നുണ്ട്. ഇപ്പൊ പ്രവൃത്തിയാലാണോ നീതീകരണം, വിശ്വാസത്താലാണോ? അപ്പൊ ദൈവസന്നിധിയിലുള്ള നീതീകരണമാണ് വിശ്വാസത്താൽ. കാരണം ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും പ്രശംസിക്കാൻ യാതൊരു വകയുമില്ല. എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ നമ്മുടെ വിശ്വാസത്തെ ജസ്റ്റിഫൈ ചെയ്യുവാൻ പ്രവൃത്തികൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് ദാഹിച്ചിരുന്നു, ഞാൻ തടവിലായിരുന്നു. ഇപ്പം നമുക്ക് ചുറ്റും കാണുന്ന രോഗികൾ, തടവുപുള്ളികൾ, അനാഥർ, അലഞ്ഞു തിരിയുന്നവർ, പീഡിതർ, ദുഃഖിതർ, നിരാശ്രയർ, നിരാലംബർ, പാർശ്വവൽകൃതർ, തിരസ്കരിക്കപ്പെട്ടവർ, മുറിവേൽക്കപ്പെട്ടവർ, മരണാസന്നർ, ഇവരെല്ലാമാണ് ക്രിസ്തു. ഇവരിൽ ക്രിസ്തുവിനെ കാണാതെ നമ്മൾ വാനമേഘത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് വാനമേഘത്തിലൊന്നും വരുന്നില്ല. ഇവിടെയാണ് നമ്മൾ ദയനീയമായിട്ട് പരാജയപ്പെടുന്നത്. ഇവിടെയാണ് ഇവാഞ്ചലിക്കൽ വിഭാഗത്തിന്റെ സുവിശേഷം തികഞ്ഞ പരാജയമാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുറിയ ലൈസോൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവരിൽ ക്രിസ്തുവിനെ കാണാൻ, ആ എളിയവരിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് കഴിയേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് വിഗ്രഹാരാധന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വിഗ്രഹാരാധന എന്നാൽ ആദ്യം ദൈവാലയം എന്താണെന്ന് മനസ്സിലാക്കുക. ദൈവാലയം എന്നാൽ നമ്മൾ തന്നെയാണ് ദൈവാലയം. വിഗ്രഹാരാധന എന്നാൽ നമ്മുടെ ഹൃദയത്തിലാണ് വിഗ്രഹം. അത് അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം. അപ്പൊ ട്രൂ ഐഡന്റിറ്റിയാണ്. മിസ്റ്റേക്കൺ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ പോകുന്നു. ട്രൂ ഐഡന്റിറ്റിയിലേക്ക് പോകുന്നതാണ് നമ്മുടെ റിസ്റ്റോറേഷൻ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആഴ്ച പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സ്ലീവായെ ധ്യാനിക്കുന്നത്, കർത്താവിൻ്റെ പീഡാനുഭവത്തെ നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്ക് വേണ്ടി ഉണ്ടായ രക്ഷാകരമായ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ slow
സ്തോത്രം